മൂലമന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകും. മൂലമന്ത്രം അറിഞ്ഞ് ഓരോ ദേവതയെയും ഉപാസിച്ചാൽ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകും. വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴും ക്ഷേത്രദർശന വേളയിലും ജപിക്കാവുന്ന മൂലമന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പതിവായി ആരാധിക്കുന്ന ചില ദേവതകളും അവരുടെ മൂലമന്ത്രവും നോക്കാം. ഗണപതി. ഓം ഗം ഗണപതിയേ നമ. എല്ലാ വിഘ്നങ്ങളും അകറ്റും. തൊഴിൽ, വ്യാപാരം, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കാൻ ഇത് സഹായിക്കും. ശിവൻ. ഓം നമഃശിവായ. പാപമോചനത്തിന് നമഃശിവായ പോലെ ഉത്തമമായ മന്ത്രം വേറെയില്ല. പാപം നശിച്ചാൽ ആരുടെയും ജീവിതം ഐശ്വര്യസമൃദ്ധമാകും. സങ്കീർണതകളും ആശങ്കകളും രോഗമുക്തിയും നേടി ഒടുവിൽ മോക്ഷവും കൈവരാൻ നമഃശിവായ ജപം സഹായിക്കും. മഹാവിഷ്ണു. ഓം നമോ നാരായണായ. കുടുംബശ്രേയസ്സിനും ഐക്യത്തിനും വിജയത്തിനും അത്യുത്തമമാണ് മഹാവിഷ്ണു മൂലമന്ത്ര ജപം. ഗുരുദോഷങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. സുബ്രഹ്മണ്യൻ. ഓം വചൽ ഭൂവേ നമ. ഈ മന്ത്രജപത്തിലൂടെ ധൈര്യവും വീര്യവും പാണ്ഡിത്യവും വർദ്ധിപ്പിക്കുകയും പ്രണയത്തിലും ദാമ്പത്യത്തിലും സൗഖ്യം അനുഭവിക്കാനും ജീവിത വിജയം കരസ്ഥമാക്കാനും സഹായിക്കുന്നു. അയ്യപ്പ മൂലമന്ത്രം ഓം ഘ്രൂം നമ പരായേ ഗോപ്ത്രേ. ഈ മൂലമന്ത്ര ജപത്തിലൂടെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ ഭാഗ്യപുഷ്ടി, ദുരിതശാന്തി, തൊഴിൽ ക്ലേശങ്ങളിൽ നിന്നും മോചനം, ശനിദോഷ പരിഹാരങ്ങൾ, അതുപോലെ മംഗല്യദോഷ പരിഹാരത്തിനെല്ലാം സഹായിക്കും. സരസ്വതി. ഓം സം സരസ്വതേ നമ. അറിവിൻ്റെ ദേവതയായ സരസ്വതി മൂലമന്ത്രം ചൊല്ലി ഭജിച്ചാൽ വിദ്യാവിജയം ലഭിക്കും. സംഗീതം, സാഹിത്യം, മറ്റ് കലകൾ, പരീക്ഷകൾ തുടങ്ങിയവയിൽ തിളങ്ങുന്നതാണ്. ബുദ്ധിശക്തിയും പാണ്ഡിത്യവും വർദ്ധിക്കും. ശ്രീ ഭദ്രകാളി. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമ. എപ്പോൾ വിളിച്ചാലും കാത്തരുളുന്ന ദേവിയാണ് ഭദ്രകാളി. വെറുതെ അമ്മയെ എന്ന് മനംനൊന്ത് വിളിച്ചാൽ പോലും മക്കളെ രക്ഷിക്കുന്ന അമ്മയാണ്. അമ്മയെ ഭജിക്കാവുന്ന മന്ത്രമാണിത്. ശ്രീരാമൻ. ഓം രാം രാമായ നമ. ഈ മന്ത്രജപത്തിലൂടെ ദുശീലങ്ങളെല്ലാം അകറ്റുന്നതിന് ഈ മന്ത്രജപം നല്ലതാണ്. ഭക്തിപൂർവ്വം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ ഉപാസിച്ചാൽ ജീവിതത്തിൽ അടുക്കും ചിട്ടയും കൈവരും. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കൂടെയുണ്ടാകും. ശ്രീകൃഷ്ണൻ. ഓം ക്ലീം കൃഷ്ണായ നമ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രമാണ്. നിത്യവും ജപിക്കുന്നതിലൂടെ കുടുംബസൗഖ്യം, ദാമ്പത്യ സൗഖ്യം, ഐക്യം, പരസ്പര ധാരണ, സ്നേഹം, വിദ്യാവിജയം, ജീവിത വിജയം, മനഃശാന്തി എന്നിവയെല്ലാം കൈവരിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാകും. നിത്യവും ജപിക്കാവുന്ന മന്ത്രമാണ് ശ്രീകൃഷ്ണ മൂലമന്ത്രം. അടുത്തത് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയും ശ്രീ ഹനുമാൻ. ഓം ഹം ഹനുമതേ നമ. ഈ മന്ത്രം സർവകാര്യ വിജയമാണ്. ഹനുമാൻ മൂലമന്ത്ര ജപം എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും. എന്തു കാര്യവും ഹനുമാന്റെ മൂലമന്ത്രം ജപിച്ച് ആരംഭിച്ചു നോക്കൂ. തീർച്ചയായും അതിൽ വിജയം കൈവരിക്കാൻ ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കും. അടുത്തത് ശ്രീ നരസിംഹമൂർത്തി. ഓം ഷ്രൗ നമ. ശത്രുദോഷ പരിഹാരത്തിന് നരസിംഹമൂർത്തിയെ പോലെ ഇത്രമേൽ ശക്തിയുള്ള മറ്റൊരു ദേവനില്ല. നമ്മൾ അനുഭവിക്കുന്ന മിക്ക ദുരിതങ്ങൾക്കും പിന്നിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരു എതിരാളി കാണും. ഈ ശത്രുദോഷങ്ങളും ബാധകളും ദൃഷ്ടിദോഷങ്ങളും പരിഹരിക്കുന്നതിന് നരസിംഹമൂർത്തിയുടെ ഈ മൂലമന്ത്ര ജപം സഹായിക്കുന്നതാണ്. അടുത്തത് ശ്രീ മഹാലക്ഷ്മിയാണ്. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ശ്രീ മഹാലക്ഷ്മി മൂലമന്ത്ര ജപത്തിലൂടെ ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, വിജയം, സൗന്ദര്യം എന്നിവയെല്ലാം ഭക്തർക്ക് ലഭിക്കുന്നതാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. ശ്രീ ദുർഗാദേവി. ഓം ഹ്രീം ദും ദുർഗായേ നമ. ദുർഗതി നാശിനിയാണ് ദുർഗാ ഭഗവതി. ആപത്തുകൾ അകറ്റി വാത്സല്യപൂർവ്വം ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ശക്തി സ്വരൂപിണിയെ മൂലമന്ത്രം കൊണ്ട് ഉപാസിച്ചാൽ കിട്ടാത്തതായി ഒന്നും തന്നെയില്ല. ഭഗവതിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. അടുത്തത് ശ്രീ പാർവതിയാണ്. ഓം ഹ്രീം ഉമായേ നമ. കർമ്മപരമായ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുടുംബദോഷങ്ങൾ എന്നിവയെല്ലാം നീങ്ങി തുടങ്ങാൻ ഉത്തമമാണ് പാർവതി മൂലമന്ത്ര ജപം. അപ്പോൾ ഏതാനും ദേവതകളും അവരുടെ മൂലമന്ത്രവുമാണ് ഇന്നത്തെ വീഡിയോ. ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു.